സ്വന്തം പെൺമക്കളെ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മാതാപിതാക്കൾ വളർത്തുന്നത്? ചുറ്റും കഴുകന്മാരുടെ കണ്ണുകളിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിനിരയായിരുന്നു. അമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന തരത്തിൽ പുറത്തു വന്ന വാർത്തകൾ ഇപ്പോൾ ആ പിഞ്ചു കുഞ്ഞ് നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു എന്ന തലത്തിലേക്ക് കൂടി മാറുകയാണ്. ഒന്നുമറിയാത്ത ആ പിഞ്ചു കുഞ്ഞിനെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതാകട്ടെ അച്ഛന്റെ അടുത്ത ബന്ധുവും. ആരെയാണ് നമ്മളൊക്കെ ഇക്കാലത്ത് വിശ്വസിക്കുക? ഇന്നലെയാണ് കൊല്ലപ്പെട്ട 3 വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. കൊല്ലപ്പെടുന്നതിന്റെ തൊട്ടു മുൻപുള്ള ദിവസം പോലും ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിരുന്നു. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് കുഞ്ഞിന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചത്. 10ലേറെ തവണ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത്. കുഞ്ഞിന്റെ വീടിന്റെ തൊട്ടരികിൽ തന്നെയാണ് ഇയാളും താമസിച്ചിരുന്നത്. പലപ്പോഴും ഇയാൾ കുഞ്ഞിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. കുട്ടി പലപ്പോഴും ഇയാൾക്കൊപ്പമാണ് ഉറങ്ങിയിരുന്നത്. കുഞ്ഞിന് 2.5 വയസ്സുള്ളപ്പോൾ മുതൽ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. താൻ കുഞ്ഞിന്റെ അടുത്ത ബന്ധുവായതിനാൽ ആരും സംശയിക്കില്ലെന്ന ധൈര്യവും പ്രതിക്കുണ്ടായിരുന്നു. കുഞ്ഞിന് തന്നോടുണ്ടായിരുന്ന വിശ്വാസവും ഇയാൾ ചൂഷണം ചെയ്തു. ഒടുവിൽ പിടിയിലായപ്പോൾ പറ്റിപ്പോയെന്നാണ് പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. കൊലപാതക കേസായി മുന്നോട്ടു പോയ ഈ സംഭവത്തിന്റെ ഗതി മാറിയത് പോസ്റ്റ്മോർട്ടം നടത്തിയതിന് പിന്നാലെയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു 3 വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്നുള്ള സൂചനകൾ ഡോക്ടർമാർക്ക് ലഭിച്ചത്. സംശയകരമായ ചില മുറിവുകളും പാടുകളും കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായി ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു. പിന്നീട് പോലീസ് പീഡനക്കേസിലെ പ്രതിക്കായി അതീവ രഹസ്യമായാണ് നീക്കങ്ങൾ നടത്തിയത്. പ്രതിയെ കൂടാതെ മറ്റ് 2 പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നുൾപ്പെടെ പ്രതിയിലേക്ക് എത്താനുള്ള കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചു. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി നിൽക്കക്കള്ളി ഇല്ലാതെയാണ് കുറ്റം സമ്മതിച്ചത്. കഴിഞ്ഞ മെയ് 19 തിങ്കളാഴ്ചയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 3 വയസ്സുകാരിയെ കാണാതാവുകയായിരുന്നു. പിന്നാലെ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി. ബസ്സിൽ വെച്ച് കുട്ടിയെ കാണാതായി എന്നുൾപ്പെടെ പരസ്പര വിരുദ്ധമായാണ് കുട്ടിയുടെ അമ്മ മൊഴി നൽകിയത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് കുഞ്ഞിനെ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞതായി യുവതി പോലീസിനോട് സമ്മതിച്ചത്. പിന്നാലെ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്.